ദൈവനാമത്തിന് മഹത്വം. വളരെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ നാം എല്ലാവരും 2026 എന്ന പുതുവത്സരത്തെ വരവേറ്റിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഒരു വേദഭാഗം നിങ്ങളെ ചൂണ്ടിക്കാണിക്കട്ടെ. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. അതിലെ ചില വാചകങ്ങൾ: അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ സന്തോഷത്തിൻ്റെ, രോഗങ്ങളുടെ, ദുഃഖങ്ങളുടെ, പ്രതീക്ഷകളുടെ പാതകളിലൂടെ നമ്മളൊക്കെയും നടന്നുപോയി. അവിടെയെല്ലാം ഒരു പക്ഷേ നമ്മുടെ നല്ല കഴിവുകൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സ്വാധീനങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 2026 ആരംഭ ദിവസം നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കാമോ? ദൈവമേ, ഈ വർഷം അല്ല, അടുത്ത വർഷങ്ങൾ, കാലങ്ങൾ എങ്ങനെയുള്ളത് എന്നെനിക്കറിയില്ല. എൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അനേകര് നല്ല ആരോഗ്യത്തോടെ നടന്നവർ പൊടുന്നനവേ രോഗക്കടക്കയിലാകുമ്പോൾ അവരെ പരിചരിക്കുന്ന മെഡിക്കൽ ഡോക്ടർമാരോ അല്ലെങ്കിൽ നേഴ്സസോ ഇനി ഇതിനൊരു പരിഹാരമില്ല എന്ന് പറയുമ്പോൾ അടുത്ത ചുവടെങ്ങനെ വെക്കാൻ കഴിയണം എന്നറിയാതെ ആ ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ അവർ പകച്ചു നിൽക്കുകയാണ്. അനേകർക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ നാളെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ അവരുടെ വഴിമുട്ടുകയാണ്. അപ്പോൾ തന്നെ ഇതെല്ലാം ഉണ്ടായിട്ടും അനേകർ ജീവിതം മടുത്ത് ജീവിതയാത്രയുടെ ഇടയ്ക്ക് വെച്ച് അവരുടെ യാത്ര അവസാനിപ്പിക്കുവാനായി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മോടൊരു വാക്ക് പറയാനുണ്ട്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവായ യേശു ക്രിസ്തു വഴിയാണ്, അവൻ സത്യമാണ്, അവൻ ജീവനാണ്. വഴി അറിയാതെ അടുത്ത ചൂടുകൾ എങ്ങനെ വെക്കണമെന്നറിയാതെ ഭാരപ്പെടുന്ന ദൈവവേദലേ, നിങ്ങൾ പോകാത്ത വഴിയെ, അറിയാത്ത വഴിയെ, നിങ്ങൾക്ക് തുറക്കാൻ കഴിയാത്ത വഴിയെ നടത്തുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട്. നമ്മെ പരിപാലിക്കുന്ന, നമ്മെ അക്കരെ എത്തിക്കുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട്. 2026 നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതീക്ഷകളുടെ, അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമായി തീരട്ടെ. പക്ഷേ 2026 കൊണ്ട് നമ്മുടെ യാത്ര തീരുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. നമ്മുടെ ഡെസ്റ്റിനേഷൻ, ഈ യാത്രയുടെ അന്ത്യം ശവക്കല്ലറയല്ല, നമ്മുടെ നിത്യത്തോമകമായ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയാണ്. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ പുതുവത്സര ആശംസകൾ.